വല്ലാർപാടം നോക്കൂ. വല്ലാർപാടം കമ്മീഷനിങ് കഴിഞ്ഞ ആദ്യ വർഷം മുതൽ 33% സ്റ്റേറ്റിന് കിട്ടുന്നുണ്ടെന്നേ. ഇവിടെയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാകുമ്പോൾ ഇപ്പോഴും ഈ അന്യായ വ്യവസ്ഥ ഇതിനകത്തുണ്ട്. അപ്പോഴൊരു ചോദ്യം, അന്ന് കടൽക്കൊള്ള എന്ന് വിളിച്ചത് ഇന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഈ പദ്ധതി ഈ റിപ്പോർട്ടിൽ ഈ മെമ്മോറാണ്ടം അല്ലാതെ മറ്റൊരു മെമ്മോറാണ്ടം തിരുത്തി എഴുതി പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റത്തില്ല. LDF അതുകൊണ്ട് നടപ്പിലാക്കാൻ എല്ലാ ദൗർബല്യങ്ങളോടും കൂടി ഈ UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അന്യായമായ ഈ വകുപ്പുകൾ സഹിതം ഞങ്ങളിത് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF സർക്കാർ നടപ്പിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 2013 വലിയ മനുഷ്യച്ചങ്ങല ഇവിടെ ഈ സംഘടിപ്പിക്കുന്ന എന്തിനാ? 2013 212 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നിരാഹാര സമരം പാളയത്തുണ്ടായിരുന്നില്ലേ? കോടിയേരി ബാലകൃഷ്ണനല്ലേ അതിന് നേതൃത്വം നൽകിയത്? ഇതൊന്നും മറന്നുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് വിളിക്കുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന ചോദ്യത്തിന് ക്രെഡിറ്റിൽ തർക്കം വേണ്ടതില്ല. പകരം ഇത് ഉമ്മൻചാണ്ടി സർക്കാരും അതിനു മുമ്പ് വന്ന കെ കരുണാകരൻ സർക്കാരും MV രാഘവനും അതിനുശേഷം വന്ന EK നായനാരിൻ്റെ സർക്കാരും പിന്നീട് VS അച്യുതാനന്ദൻ്റെ കാലത്ത് കൊണ്ടുവരുന്ന സർക്കാരും എല്ലാം ഈ പ്രോജക്റ്റിനുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ പ്രോജക്റ്റിൽ ഒരു പ്രത്യേക സർക്കാരിൻ്റെ മാത്രം ക്രെഡിറ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കേണ്ടതിൽ കേരളത്തിൻ്റെ കൂട്ടായ പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിന് എൻ്റെ ഒരു പൊളിറ്റിക്കൽ വിൽ നേരത്തെ സുജിയ പറഞ്ഞതുപോലെ ഇതിനകത്തുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ വിൽ ഉള്ളതുകൊണ്ടാണ് UDF കൊണ്ടുവന്ന ഒരുപാട് പരിമിതികളുള്ള CAGയുടെ ചോദ്യങ്ങൾ ഒരുപാട് വന്ന ഈ മെമ്മോറാണ്ടം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് ആ കരാർ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോയത്.